അയ്യപ്പേട്ടാ, പിണറായി ദ ലെജൻഡ് അതിൻ്റെ ആ ഡോക്യുമെൻ്ററി പ്രദർശനം തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് പറഞ്ഞത് തെറ്റിപ്പോയി. ഈ പറയുന്ന ഇത് നിർമ്മിച്ച ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവരെ പലതും ആഗ്രഹിച്ചും മോഹിച്ചുമൊക്കെയാണ് ആ ഒരു ഡോക്യുമെൻ്ററി തന്നെ തയ്യാറാക്കിയത്. ഇതിപ്പോൾ അവർ പ്രതീക്ഷിച്ചതൊട്ട് കിട്ടുകയില്ല, പണി പാലും വെള്ളത്തിൽ കിട്ടുകയും ചെയ്യും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചേട്ടൻ എന്താ തോന്നുന്നത്? നമ്മളെ ചില കാര്യങ്ങൾ നടക്കാൻ പാടുള്ളതേ നടക്കാവൂ, ചിലത് നടക്കാൻ പാടില്ലാത്തതാണെങ്കിൽ നടക്കാൻ പാടില്ല. ഇപ്പൊ ഇദ്ദേഹം ലെജൻഡ് എന്ന് ആര് പറഞ്ഞു? EMSനേക്കാളും വലിപ്പമുള്ള ആളെന്നൊക്കെയാണ് ചേട്ടാ പറയുന്നത്. ശരി, EMSനേക്കാളും വലിപ്പമുള്ള ആളാണ്. EMS സംസാരിക്കുന്ന EMS എഴുതിയ പുസ്തകങ്ങൾ, EMS എഴുതിയ പുസ്തകത്തിലെ ഒരു വരി, ഒരു വാചകം കൂട്ടിച്ചേർത്ത് എഴുതാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് വെല്ലുവിളിക്കുന്നു ഒരു സാധാരണ പൗരൻ. എന്റെ ചോദ്യം, എഴുതില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ അതൊക്കെ എഴുതി കൊടുക്കാൻ ആളുണ്ട്. പ്രതിക്രിയാവാദം അല്ല, എഴുതി കൊടുക്കാൻ ആളുണ്ടാകും, എഴുതി കൊടുക്കാൻ ആളുണ്ടാകും. അദ്ദേഹം ഒന്നും എഴുതില്ല. സാക്ഷാൽ MP വീരേന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോഴേ MP വീരേന്ദ്രകുമാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതുന്നതൊന്നും MP വീരേന്ദ്രകുമാർ അല്ല, വേറെ ആണുങ്ങളാണ്. അന്നും ഖണ്ഡിച്ചവരുണ്ട്. MP വീരേന്ദ്രകുമാറിന് ഒന്നുമല്ലെങ്കിലും കുറെ കാര്യങ്ങളെങ്കിലും അറിയാം. ഇവിടെ EMSന് കഴിയാത്തത് പോലും പിണറായി നേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ലെജൻഡ്. എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തന്നെ, അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് തെറ്റി എന്ന കാരണം കൊണ്ടാണ് അത് ഇന്നലെ പ്രകാശനം നടക്കാതെ പോയത്. ചേട്ടാ, അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ആലക്കണ്ടി കല്യാണി എന്നാണ്. പക്ഷെ ഈ വിശാരദന്മാർ എഴുതിയത് ആലക്കോട് കല്യാണി എന്നാണ്. ശരിയാണ്, നമുക്ക് നമ്മുടെ അമ്മയുടെ പേരൊക്കെ തെറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നീരസമൊക്കെ വരും. അതും പ്രമുഖനായ വ്യക്തിയുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതിനെയും നമുക്ക് കൂടുതൽ തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കിയതിൽ ഇത്തരത്തിൽ വലിയൊരു പാകപ്പിഴ വരികയും ചെയ്യുക എന്ന് പറയുമ്പോൾ പിണറായി ഇതൊക്കെ സഹിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് അതിനേക്കാൾ ഉപരി ഇത് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ്, ഇത് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിരുന്നു. അതിൽ ഞാനൊരു പ്രമുഖ വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു. അതെ, ഈ പ്രമുഖ വ്യക്തികൾക്കൊക്കെ ഇതിൽ നിന്ന് ഈ മുഖ്യമന്ത്രിയുടെ കുറേ ഉപജാപവൃന്ദങ്ങളും ഈ സെക്രട്ടേറിയറ്റുള്ളവർ മനസ്സിലാക്കാനുള്ളത്, മണി ക്യാഷ്, അത് മാത്രം മതി ഈ ആൾക്കാർക്ക്. അല്ലാതെ ലെജൻഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് അദ്ദേഹത്തിനെ സോപ്പിടാൻ എന്തൊക്കെ വഴികളുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ടല്ല ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആണ്, പാർട്ടിയെ പറ്റി ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിലൂടെ ഇത് നീങ്ങിയാലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രാഞ്ചിയേട്ടനാണെന്ന് വെക്കുക, നിങ്ങളൊരു പ്രാഞ്ചിയേട്ടനാണെന്ന് വെക്കുക. നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ്റെ രീതിയിൽ എനിക്കറിയാം പ്രാഞ്ചിയേട്ടനോട് എന്ത് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ വീഴുമെന്നറിയാം. ഇതൊരു പ്രാഞ്ചിയേട്ടനായിപ്പോയി മുഖ്യമന്ത്രി. ഈ ഒരു കാര്യം മാത്രമൊന്നുമല്ല, സത്യം ഈ ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങള് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഉപജാപവൃന്ദത്തിന്റെ കയ്യിലാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ നാക്കിന് തഴമ്പ് വന്നിട്ടുണ്ട്. PM മനോജ് എന്ന് പറയുന്ന ദേശാഭിമാനിയിലെ ഡെപ്യൂട്ടി എഡിറ്ററോ മറ്റോ ആണ് അദ്ദേഹം. ആ ആളിനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. പിന്നെ ഒരു കവിയുണ്ട് പ്രഭാവർമ്മ. ഈ പ്രഭാവർമ്മയെ മാറ്റി നിർത്താം. പ്രഭാവർമ്മ പ്രസംഗമൊക്കെ എഴുതി കൊടുക്കുന്ന ഒരാള്. ഈ PM മനോജിനെ പാർട്ടി തന്നെ തിരിച്ച് ദേശാഭിമാനിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പാർട്ടിക്ക് ബോധ്യമായി എന്തെന്നാ ഈ പറയുന്ന രീതിയിൽ കുറെ ഇത്തിൽ കണ്ണികൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കറങ്ങുന്നുണ്ട്. പാർട്ടിയും കൂടി അറിഞ്ഞുകൊണ്ടല്ലേ ഇവരുടെയൊക്കെ നിയമനം നടക്കുന്നത്. അത് പ്രീതിക്ക് അറിയില്ലേ? ഇപ്പൊ പാർട്ടി കൊണ്ടിരുത്തി, ഈ പറയുന്ന PM മനോജിനെ കൊണ്ടിരുത്തി. PM മനോജ് ഇങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ കുറേ തിന്നു വരുമ്പോ പാർട്ടിക്ക്, ഞാൻ പല പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഒരാളെ അങ്ങ് വളർത്താനായിട്ട് വിടും. ഇവൻ വളർന്നോട്ടെ, പന വളരുന്ന പോലെ വളർന്നോട്ടെ, പക്ഷെ ഇവന്റെ മേലൊരു കണ്ണും കാണും, അതിനും ഒരു നോക്കും. എന്നിട്ട് അവസാനം മതി, നീ വളർന്നത് മതി. അതിൽ ആകെ അങ്ങനെ വളർന്നു പോയ ഒരാൾ പിണറായി വിജയൻ മാത്രമേ. സാക്ഷാൽ AKG ഈ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അതറിയോ? AKG എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ വികാരമാണ്. AKG ഈ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഈ പാർട്ടിയിൽ വെറും ഒരു സാധാരണ അംഗമായിട്ട് വന്നിട്ട് വീണ്ടും അദ്ദേഹം പാർട്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം എല്ലാവരുടെ മേലും ഒരു നിരീക്ഷണ കണ്ണെന്നാണ് പറയുന്നത്. അതിലാകെ ഒഴിഞ്ഞു പോയ ഒരാൾ ഈ പിണറായിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാലാകാലങ്ങളായി എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം,
ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വരുന്നോ, ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് കുറേ ഉപജാപ വൃന്ദങ്ങളുണ്ട്. ഇന്നലെ വരെ കോൺഗ്രസിനോടൊപ്പം നിന്നവനായിരിക്കും, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഇവരെ കൂടെ. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഡോക്യുമെന്ററിക്ക് എന്താണ് പ്രസക്തി? അത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാക്ഷാൽ EMS-നെ കുറിച്ച് പോലും ഇങ്ങനെ ലെജൻഡ് എന്ന് വന്നിട്ടില്ല. AKJ കുറിച്ച് പോലും ലെജൻഡ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി വന്നിട്ടില്ല. അപ്പൊ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇങ്ങനെ പൊക്കി ഏറെ വന്ന് പൊക്കി നിർത്തിയിരിക്കുക. അദ്ദേഹം ഇങ്ങനെ കാറ്റുകൊണ്ട് വീർത്തൊരു ബലൂണ് പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. കാര്യം ഈ പറഞ്ഞ മഹാന്മാരെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കാണപ്പെട്ട ദൈവമാണ്. അമ്മയുടെ പേര് മാതാ, പിതാ, ഗുരു, ദൈവം പോലും നാലാമതേ ഉള്ളൂ. ഈ മാതാവിന്റെ പേര് തെറ്റിക്കാന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികളാണ് താങ്കളുടെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നത്. ഇതിപ്പോ EMS-നേക്കാൾ വലിപ്പം എന്ന് പറയുന്നു. കഴിഞ്ഞിടക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഭരണകൂടത്തിന്റെ ഇവരുടെ ഇത്രയും വർഷത്തെ മികവുകളൊക്കെ പറയുമല്ലോ. അതായത് പാർട്ടി ഭരിച്ചിരുന്ന കാലങ്ങളിലെ മികവുകൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിൽ മനഃപൂർവ്വം VS എന്ന് പറയുന്ന മഹാരാജന്റെ ഒരു കാര്യവും അടയാളപ്പെടുത്താതെ പോയി. പ്രീത, അത് ഞാൻ പറയാതെ മനഃപൂർവ്വം പറയാത്തതാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രീത ഈ പറഞ്ഞ കാര്യം ഒത്തിരി പേരുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. VS-നെ ഇവർ ഈ പാർട്ടി സമ്മേളനത്തിൽ ഒരു ബാനറിൽ പോലും അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ടില്ല. ഒരൊറ്റ സഖാക്കൾക്ക് VS-നെ ഓർമ്മ പോലും ഇല്ല. VS ഈ നാട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. VS ലെജൻഡ് അടയാളപ്പെടുത്താൻ ഒരു വരിയിൽ പോലും അദ്ദേഹത്തിന് അടയാളപ്പെടുത്താതിരിക്കാൻ മാത്രം പിണറായി ആരാണ് എന്നുള്ള ചോദ്യമില്ലേ? സാധാരണ പാർട്ടിക്കാരന്റെ നെഞ്ചിൽ അതുണ്ടാവില്ലേ ചേട്ടാ? പ്രീത, പാർട്ടിക്കാരനാവണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പാർട്ടിയിൽ ഈ പറയുന്ന പോലെ പാർട്ടിയെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അവരാണ് ഈ വോട്ടെന്ന് പറയുന്നത്. പാർട്ടി അംഗം വേണമെങ്കിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. പാർട്ടി അഭ്യുതകാംക്ഷികളുണ്ട്. അവരുടെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ലെജൻഡ് എന്ന് പറഞ്ഞ് ഇറക്കുമ്പോൾ അവർ ചോദിക്കും, VS-നെ കുറിച്ച് എന്താ, നയനാർ എന്താ മോശം, നയനാരെ കുറിച്ച് എന്താ ഡോക്യുമെന്ററി വരാത്തെ, നയനാർ ജീവിച്ചിരുന്നപ്പോൾ ഇതേപോലെ പ്രാഞ്ചിയേട്ടനായോ? അല്ലെങ്കിൽ EMS-ന് കഴിയാത്തത് പോലും പിണറായി നേടി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനെ എടുത്തങ്ങ് പൊക്കി ഏറിലിട്ടിരിക്കുകയല്ലേ. ഈ കണ്ട സ്വന്തം അമ്മയുടെ പേര് തെറ്റിച്ചവന്മാരാണല്ലോ ഈ ഡോക്യുമെന്ററി ചെയ്തത്. ഞാൻ ആ സംവിധായകന്റെ പേരൊന്നും ഞാൻ പറയില്ല, എനിക്ക് അയാളെ പേഴ്സണലി പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാം, എനിക്കും അദ്ദേഹത്തിന് അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരത്തിൽ തന്നെ ചിലർ ചോദിച്ചു ഇതിന്റെ പേരൊക്കെ പറയാൻ പോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊന്നും ലെജൻഡ് ഒന്നുമല്ല. നിങ്ങളെക്കുറിച്ച് ഒരു സാധനം, ഒരു ബയോ പോലൊരു സാധനം നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് എഴുതുന്നു. അതില് പ്രജിത എന്ന വ്യക്തിയെക്കുറിച്ച് ഏറ്റവും വേണ്ട കാര്യങ്ങൾ എഴുതുന്നത് തെറ്റിച്ചാൽ പ്രജിത എങ്ങനെയായിരിക്കും ആ സുഹൃത്തിനോട് പ്രതികരിക്കുക? പോട്ടെ, നമ്മുടെ ഇൻഷ്യൽ നമ്മളിപ്പോൾ എൻ്റെ പേര് SV അയ്യപ്പദാസ്, AV അയ്യപ്പദാസ് എന്ന് അടിച്ചു വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും? ഞാനത് നല്ല രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ ഇത് ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തിനെ പൊക്കി അങ്ങ് അടിക്കാനായിട്ട് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ കാലത്തിന്റെ കാവ്യനീതി തീർച്ചയായിട്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ കരണത്തിന് കിട്ടിയ അടിയാണ്. മുഖ്യമന്ത്രിയുടെ കരണത്തിന് കിട്ടിയ അടിയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള ത്രാണിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു കൂടെ പറയേണ്ട കാര്യം അതാണ്. കാര്യം അദ്ദേഹം ചുറ്റുമുള്ളവരെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, കരണത്തടി കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കരണത്താണ് ഈ പറയുന്ന പുകഴ്ത്തലുകാർ ചെയ്തിരിക്കുന്നത്. പുകഴ്ത്തി ഇതേപോലെ അദ്ദേഹം ഒരു വിഡ്ഢി സ്വർഗത്തിലാണ് സാർ ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് ഒരു കൂട്ടം ഇദ്ദേഹത്തിനെ പറ്റിക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയിലാണ്. ഇതൊന്നുമില്ല, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുമ്പോഴെങ്കിലും ഇദ്ദേഹം അറിയട്ടെ. കാര്യം ഈ ഡോക്യുമെന്ററി ഒരു സൂചനയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഒരു സൂചനയാണ്. താങ്കളെ എല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് ഇരുത്തിയിരിക്കുക അല്ലേ? ഒരു ഡോക്യുമെന്ററി EMS-നേക്കാൾ വലുത്. നാണമില്ലേ? EMS-നേക്കാളും വളരെ വലിയ നേതാവ്. EMS എഴുതിയ വാചകങ്ങളുടെ ഒരു അക്ഷരം എഴുതാൻ ഇദ്ദേഹത്തിന് കഴിയും. ഒരു അക്ഷരം. EMS ആരെന്നാ പറയുന്നത്? EMS ബുദ്ധിരാക്ഷസനായിരുന്നു. ഈ പാർട്ടി എന്നു മുതൽ മൂല്യച്യുതി വന്നു പോയി എന്ന് വെച്ചാൽ EMS-ന്റെ മരണശേഷമാണ് ഈ പാർട്ടി തകർന്നത്. ഈ പാർട്ടിക്ക് ഒരു ബുദ്ധി കേന്ദ്രം ഉണ്ടായിരുന്നു, അത് EMS ആയിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു EMS പോയി, ഇനി ഈ പാർട്ടി എന്താവും എന്നുള്ളത്. EMS-നോളം ഒരിക്കലും പിണറായി കാണില്ല എന്ന് സാധാരണക്കാരൻ, കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന, രാഷ്ട്രീയം അറിയുന്ന അല്ലെങ്കിൽ പോട്ടെ വായിച്ചിട്ടുള്ള അവർ പറയും. EMS-നോളം ഒരിക്കലും പിണറായി വരില്ല.